السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل من عليها فان، ويبقى وجه ربك ذو الجلال والإكرام. فبأي آلاء ربكما تكذبان؟ يسأله من في السماوات والأرض، كل يوم هو في شأن. فبأي آلاء ربكما تكذبان؟ سنفرغ لكم أيها الثقلان. فبأي آلاء ربكما تكذبان؟ يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا، لا تنفذون إلا بسلطان. فبأي آلاء ربكما تكذبان؟ يرسل عليكما شواظ من نار ونحاس
ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان لا بشيء من نعمك ربنا نكذب فلك الحمد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد ആദരണീയരായ ഉസ്താദുമാരെ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാര്, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈ വേദിക്ക് കാതോർത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ മണവാളൻ എന്നറിയപ്പെടുന്ന അതിമഹത്തായ ഒരധ്യായം, ആ അധ്യായത്തിൻ്റെ ചർച്ച കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചദിന രാവുകളുടെ മൂന്നാം രാവാണ് ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമായി സൂറത്തുർ റഹ്മാനിൻ്റെ വചനതീരങ്ങളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ ദിവസം നാം കേട്ട വിഷയങ്ങൾ അത്രയും ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. എന്താണ് സൂറത്തുർ റഹ്മാനിൽ നിന്ന് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കിട്ടുന്നത്? നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിയാത്തതിൻ്റെ കുറവല്ല പലരിലുമുള്ളത്. 5 നേരം നിസ്കരിക്കണമെന്ന് അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. നാക്കിനെ നിയന്ത്രിച്ചു ജീവിച്ചില്ലെങ്കിൽ വിജയം കിട്ടില്ല
എന്നറിയാത്ത ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസികളും വിശ്വാസിനികളും അവരുടേതായ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു വ്യക്തിത്വം അത് കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പരലോക വിജയം കിട്ടുകയില്ല എന്നും അറിയാത്ത ഒരൊറ്റ കുട്ടിയും ഈ സദസ്സിലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുഴപ്പമെന്താണ്? എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടല്ല കുഴപ്പം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന ഒരു വലിയ ചോദ്യം. ഞാനൊരു പോക്കിരിയായി അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ചു കെട്ടാൻ ആർക്കാണ് കഴിയുക എന്ന അതിശക്തമായ ഒരു ചോദ്യം. അതിന് മറുപടി പറയുകയാണ് അല്ലാഹു. മോനെ, നീ വിചാരിച്ചതുപോലെയല്ല. ഇതിന്റെ മുമ്പ് ഇവിടെ പറഞ്ഞതെന്താണ്? നേരത്തെ ഈ അധ്യായത്തിന്റെ മുമ്പിൽ പറഞ്ഞുപോയത് മനുഷ്യനെ സൃഷ്ടിച്ച കഥ പറഞ്ഞു, ജിന്നുവർഗത്തെ സൃഷ്ടിച്ച കഥ പറഞ്ഞു, ആകാശഭൂമികളും അവക്കിടയിലുള്ളതുമെല്ലാം അള്ളാഹു സംവിധാനിച്ച കഥ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ഇതിൽ കാലാകാലം സുഖമായി ജീവിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കൃത്യമായ രൂപത്തിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു സന്തുലിതാവസ്ഥ നാം നിലനിർത്താനുള്ള കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാഹുവിന്റെ നിയമവിലക്കുകളെ നിങ്ങൾ ലംഘിക്കരുതെന്ന് കരുതിയാൻ. അപ്പോ അല്ലാഹു എന്തെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അതിന് പ്രാപഞ്ചിക രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് തെളിയിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. എന്നല്ല അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് അല്ലാഹു. ഇത്രയും വിശാലമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ നിഷേധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാമായിരുന്നു. കഴിയില്ല കേട്ടോ. കഴിയാത്ത പക്ഷം നിങ്ങൾ എനിക്ക് കീഴ്പ്പെട്ടു ജീവിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്. ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകിയ മറ്റൊരനുഗ്രഹം, അനുഗ്രഹമായിട്ട് തന്നെ അല്ലാഹു പറയുന്നു, കുല്ലുമൻ അലൈഹാ ഫാൻ, കുല്ലുമൻ അലൈഹാ, ഈ ഭൂമുഖത്തുള്ളവരെല്ലാം, കുല്ലുമൻ അലൈഹാ, ഈ ഭൂമുഖത്തുള്ളവരെല്ലാവരും ഫാൻ, നശിക്കുക തന്നെ ചെയ്യുന്നതാണ്. എല്ലാ ആളുകളും നശിക്കും. ഒരൊറ്റ കുട്ടിയും കാലാകാലം ഇവിടെ ജീവിക്കുന്നില്ല. അപ്പോഴല്ലേ എന്താ പടച്ചവൻ പറഞ്ഞത് എന്ന് ചെവി കൊടുത്തില്ലെങ്കിൽ വിഷയമില്ലാതിരിക്കുക. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തല്ല മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരുന്നു. പക്ഷേ മരണത്തെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരാണിനും ഒരു പെണ്ണിനും സാധ്യമല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ളവരെല്ലാവരും നശിക്കുന്നതാണ്. മരിക്കാത്ത ഒരൊറ്റ കുട്ടിയും ഈ ഭൂമുഖത്തില്ല. കുല്ലുമൻ അലൈഹാ ഫാൻ. അലൈഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മുകളിലുള്ള എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വെച്ചത് എന്താ? ഇതിന്റെ മുമ്പ് ഭൂമിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ആ ഭൂമിയിൽ എന്തൊക്കെയാണ് അല്ലാഹു സംവിധാനിച്ചതെന്ന് പറഞ്ഞു. ആ ഭൂമിയിലെ തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. വിവിധ തരം തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച കടലിനെ കുറിച്ച് പറഞ്ഞു. ആ കടലിൽ പോകാനുള്ള വാഹനത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ധാരാളം പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നു, കുല്ലുമൻ അലൈഹാ, കരയിലുള്ളത് മാത്രമല്ല കടലിലുള്ളതും, കുല്ലുമൻ അലൈഹാ, ഈ ഭൂമുഖത്തുള്ളതെല്ലാം ഫാനിൻ, അത് നശിക്കുക തന്നെ ചെയ്യും. മരിക്കാത്ത ഒന്നും ഇവിടെ നിലനിൽക്കില്ല. വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അതേ, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ
ഒരേ ഒരു സാധനം മാത്രമേ നിലനിൽക്കാൻ പോകുന്നുള്ളൂ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നബിയേ, നിങ്ങളുടെ രക്ഷിതാവിന്റെ സത്ത മാത്രം ഇവിടെ ശേഷിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിന്റെ സത്ത മാത്രം ശേഷിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിന്റെ സത്ത ശേഷിക്കും, അള്ളാഹുവിന്റെ ദാത്ത് ശേഷിക്കും എന്ന് പറയാനുള്ള കാരണം, വജ്ഹ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നേരെ അതിന്റെ അർത്ഥം മുഖം എന്നാണ്. ഇങ്ങനെ ഒരു പ്രയോഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ചിലർ മുഖം എന്ന് കണ്ടാൽ മുഖം എന്ന് തന്നെയാ, കൈ എന്ന് കണ്ടാൽ കൈ തന്നെയാ, കാല് എന്ന് കണ്ടാൽ കാല് തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിന് മുഖവും കൈയും കാലുമൊക്കെ ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ ആയത്ത്. അള്ളാഹുവിന്റെ അവര് തന്നെ ഒരു വേള പറയും അള്ളാഹുവിന് കൈയുണ്ട്, ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയും. മറ്റൊരു രംഗത്ത് അള്ളാഹുവിന് കാലുണ്ട് എന്ന് പറയും, അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറയും. ഈ പറയുന്നവര് വയബ്ഖാ വജ്ഹു റബ്ബിക് എന്ന് പറയുമ്പോൾ രക്ഷിതാവിന്റെ സത്ത എന്നർത്ഥം വെക്കുന്നത് എന്തിനാ? ഖുർആനിൽ വന്നത് അതുപോലെ എന്ന് വെച്ചാൽ പോരെ? വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൈയും കാലും എല്ലാം നശിക്കും, മുഖം മാത്രം ബാക്കിയാകും എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിചിത്രമായിരിക്കും ആ രൂപം. ആലോചിക്കണം നിങ്ങള്. വയബ്ഖാ വജ്ഹു റബ്ബിക, വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത് കാണാം, വകുല്ലു ശൈഇൻ ഖാലിഖുൻ ഇല്ലാ വജ്ഹ, എല്ലാ വസ്തുക്കളും നശിച്ചു പോകും, ഇല്ലാ വജ്ഹ, അള്ളാഹുവിന്റെ മുഖമൊഴികെ എന്നല്ല, അള്ളാഹുവിന്റെ സത്തയൊഴികെ. അവിടെയും മുഖം എന്നർത്ഥം വെച്ചാൽ വലിയ അപകടമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, അള്ളാഹു മാത്രം ഈ പ്രപഞ്ചത്തിൽ ശേഷിക്കും, അല്ലാത്തവരെല്ലാവരും നശിക്കാനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഇതുപോലെയാണ് വയബ്ഖാ വജ്ഹു റബ്ബിക, അള്ളാഹുവിന്റെ ദാത്ത് അത് ശേഷിക്കും നബിയേ. അതും തടിയല്ല, സത്തയാണ്. സത്ത ശേഷിക്കും, അള്ളാഹു ശേഷിക്കും, അല്ലാത്തവരെല്ലാം മരിച്ചു പോകാനുള്ളവരാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക, ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? ദുൽ ജലാലി വൽ ഇക്റാം, അതേ പടച്ച റബ്ബ് ഗാംഭീര്യമുള്ളവനാണ്. ദുൽ ജലാൽ, പടച്ച റബ്ബ് ഗാംഭീര്യമുള്ളവരാണ്. ദുൽ ജലാലി വൽ ഇക്റാം, അതുപോലെ തന്നെ ഉദാര മനസ്കനുമാകുന്നു. കണ്ടാ, ഗാംഭീര്യമുള്ളവൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു വൽ ഇക്റാം. ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാ, ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും, അള്ളാഹുവിനോട് എത്ര തന്നെ നന്ദികേട് കാണിച്ചാലും, എത്ര തന്നെ മുഖത്ത് ചവിട്ടിയാലും അതിനൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാതെ, അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാതെ കഴിവുകെട്ട ഒരു റബ്ബല്ല പടച്ച തമ്പുരാൻ. ദുൽ ജലാൽ അല്ലാഹു തആല തീർച്ചയായിട്ടും പ്രതാപമുള്ളവനാണ്. തന്നോട് അരുതാത്തത് ചെയ്തവരെ ഇഞ്ചിഞ്ചായി പിടികൂടാൻ അള്ളാഹുവിന് കഴിയും. അതാ ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ. എല്ലാവരും നശിക്കും, നാളെ പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് വരും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഓടാൻ പറ്റോ? അല്ല, ഈ ഭൂമിയിൽ വെച്ച് ഞാൻ വല്ല ദുരന്തവും തരികയാണെങ്കിൽ നിങ്ങൾക്ക് കുതറിയോടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഓട്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് പടച്ച തമ്പുരാൻ. അത് ഇൻഷാ അല്ലാഹ് വചനം കടന്നു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, പടച്ച റബ്ബ് നമ്മളോട് പറയുകയാണ്, അല്ലാഹു ദുൽ ജലാലി വൽ ഇക്റാം, തന്നോട് അരുതാത്തത് ചെയ്തവരെ പിടികൂടാൻ കഴിയുന്നവനാണ്, പ്രതാപമുള്ളവനാണ്, കഴിവുകെട്ട തമ്പുരാനല്ല എന്ന് പറയുമ്പം പടച്ചവനെ, ഞാൻ എന്തെങ്കിലും ഒരു അപാകത മനുഷ്യനല്ലേ? മനുഷ്യനായ എന്നിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു അപാകത സംഭവിച്ചു പോയാൽ പിന്നെ യാതൊരു നിർവാഹവുമില്ല. ഒരു ചെറിയ അപാകത സംഭവിച്ചു പോയാൽ വലഞ്ഞതു തന്നെയാണ്. ഇനി എന്താ ചെയ്യുക? ഞാൻ വലഞ്ഞു പോയല്ലോ, ഒരു നേരത്തെ നിസ്കാരം ഖളാ ആയിപ്പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ലേ? അള്ളാഹു എന്തായാലും എന്നെ നരകത്തിലിടുമോ?
ഇത് ചിന്തിക്കുമ്പോൾ ആ വിശ്വാസിക്ക് വല്ലാത്ത ഭയമാണ്. അവിടെയാണല്ലോ പറയുന്നത് വല്ലിക്റാം. അല്ല, നീ കണ്ണീരൊലിപ്പിച്ചങ്ങ് പറഞ്ഞാൽ ഏതു വലിയ തെറ്റും പൊറുക്കാൻ കഴിയുന്ന ഉദാരനാണ് തമ്പുരാൻ. ഉടനെ തന്നെ പറയുന്നു വല്ലിക്റാം. ഒന്ന് സ്നേഹത്തെ സൂചിപ്പിക്കുമ്പം ഒന്ന് ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. ഗൗരവത്തെ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനെ പേടിച്ചിട്ട് കുറക്കാനാണ്. സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഗുണം എന്തിനാണ്? ഇനിയും മഗ്ഫിറത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് വന്നുപോയ തെറ്റുകൊണ്ട് ഞാൻ ഏതായാലും നരകത്തിലാണ്, എന്നാൽ ഇനി നരകത്തിൽ തന്നെ ആവട്ടെ എന്ന് കരുതി ഇനി ഭൂമിയെങ്കിലും സ്വർഗമാക്കുക എന്ന് മനുഷ്യ നീ ചിന്തിക്കണ്ട. നീ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ച റബ്ബിന് നിന്നോട് പൊറുക്കാൻ കഴിയും. ദുൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഉണർത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അനേകം അപാകതകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഇന്ന് മുതൽ മാറാൻ തയ്യാറാണോ? പടച്ച റബ്ബ് ഇന്ന് നിങ്ങളുടെ കണ്ണീര് കാണാൻ തയ്യാറാണ്. ദുൽ ജലാലി വൽ ഇക്റാം. ഈ രണ്ട് ഗുണങ്ങളും കൂടെ അങ്ങനെ ഒരുമിച്ച് പറയുന്ന സമയത്ത് പടച്ച റബ്ബിലുള്ള പ്രതീക്ഷ നമുക്ക് വർദ്ധിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ആശങ്കയും കൂടും. ഇത് രണ്ടും സമാസമത്തിൽ ഇങ്ങനെ പോവണം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ മീസാനിൽപ്പെട്ട ഒരു മീസാനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ ലെവലുണ്ടായിരിക്കേണ്ടത് ബൈനൽ ഖൗഫി വറജാ, പ്രതീക്ഷയുടെയും ആശങ്കയുടെയും നടുക്കാണ് ഒരു വിശ്വാസി നിൽക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ശക്തമായ പേടിയും വേണം. എന്തായാലും എന്റെ രക്ഷിതാവ് എന്നെ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല എന്ന നല്ല പ്രതീക്ഷയും മനുഷ്യന് വേണം. അതിനാണ് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞത്. ഇത് ഇവിടെ മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പലയിടങ്ങളിലും പറയുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പ്രതാപമുള്ള ഉദാരനായ തമ്പുരാന്റെ സത്തയൊഴികെ ബാക്കിയുള്ളതെല്ലാം നശിച്ചു മണ്ണോട് ചേരും നബിയേ. ഓ മനുഷ്യ, ഇത് മണ്ണിനോട് ചേരാനുള്ളതാണ്. ഫബിഅയ്യി അലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ല, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇല്ല, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയുക. ഇവിടെ സ്വാഭാവികമായ ഒരു ചോദ്യം വരുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നു എന്നത് ഞാൻ ചെയ്ത അനുഗ്രഹമാണെന്ന് പറയുകയാണ് അല്ലാഹു, അല്ലേ? എല്ലാവരും മരിക്കും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാനിൽ അങ്ങനെ ഉണ്ട്. ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിക്കാൻ. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിക്കാൻ. ശിക്ഷ അനുഗ്രഹമാണോ? മരണം അനുഗ്രഹമാണോ? അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ആ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം. അതിന്റെ മുമ്പ് എല്ലാ മനുഷ്യരും നശിക്കും, മരിക്കും, അള്ളാഹു ഒഴികെ എന്ന് പറഞ്ഞു. എന്നിട്ട് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞു. അതിന്റെ താല്പര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ കൂട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അതുകൊണ്ടാണ് ഇതിന് വലിയ മഹത്വമുള്ളത് കൊണ്ടാണ് എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും എഴുതിയത് കാണാം. വയബ്ഖാ വജ്ഹു റബ്ബിക എന്നതിന്റെ കൂടെ അല്ലാഹ് പറഞ്ഞ ഗുണം ദുൽ ജലാലി വൽ ഇക്റാം എന്നാണല്ലോ അള്ളാഹുവിനെ പറ്റി പറഞ്ഞത്. ആ ദിക്ർ ആരാണോ ചൊല്ലാൻ, ആ ദിക്ർ ചൊല്ലാൻ ആരാണോ മുമ്പോട്ട് വരുന്നത്, അവർക്ക് വലിയ വിജയമുണ്ടെന്ന് എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് കാണാം. അവർ സ്വയാഭിപ്രായം പറഞ്ഞതല്ല. ആര് പറഞ്ഞു? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലിദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം. അലിദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം. അലിദൂ, നിങ്ങൾ വിടാതെ പിടിക്കണം. അലിദൂ, അലിദൂ, നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു കാരണവശാലും ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാൻ പാടില്ല.
യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് മനസ്സറിഞ്ഞ് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ. അലിദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാന്മാർ വിശദീകരിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഐ ഇൽസമു ബിയാദൽ ജലാലി വൽ ഇക്റാം, വിടാതെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ഈ വിശേഷണം വെച്ച് അല്ലാഹുവിനെ വിളിക്കണം. ഉദാരതയും അതുപോലെ തന്നെ ഗൗരവവുമുള്ള തമ്പുരാനെ, ശിക്ഷയും മാപ്പുമുള്ള തമ്പുരാനെ, ഞങ്ങൾ അരുതാത്തത് ചെയ്യുമ്പോൾ നീ ദേഷ്യപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അപ്പോൾ തന്നെ നീ മയപ്പെടുകയും ചെയ്യുന്നുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം, ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അതുപോലെ തന്നെ പ്രതിഫലത്തിലുള്ള മോഹവും രണ്ടും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അതോടുകൂടെ അങ്കുരിക്കും. ഇത് കൂടുതലായി പറയണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് അതാ ഒരു മനുഷ്യന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. മർറ ബിറജുലിൻ വഹുവ യുസല്ലി, ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണ്. അയാളുടെ അടുത്തുകൂടെ മുത്തു നബി നടന്നു നീങ്ങുമ്പോ വഹുവ യഖൂൽ, അദ്ദേഹം നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സുജൂദിൽ, അറബി ഭാഷയിൽ. അവനവന്റെ വിഷയങ്ങൾ ഭാഷ അറബിയാവണം, നിബന്ധനയുണ്ട്. എത്രയും നീട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലോ. ആ സുജൂദിലെ മനുഷ്യരിങ്ങനെ പറയുന്നുണ്ട്, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാൽ വൽ ഇക്റാം. ശിക്ഷിക്കുന്ന റബ്ബേ, ഉദാരത കാണിക്കുന്ന റബ്ബേ, പ്രതാപമുള്ളവനെ, ഉദാരനായ തമ്പുരാനെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അതുപോലെ തന്നെ തന്നോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിക്കാൻ പോകുന്ന, അല്ലാഹു കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു വിട്ടുവീഴ്ച, അതേക്കുറിച്ചുള്ള രണ്ടിന്റെയും പ്രകടനങ്ങളാണ് മഹാനവറുകൾ ഈ ദിക്റിലൂടെ സുജൂദിൽ പറയുന്നത്. അതുൽ ജലാലി വൽ ഇക്റാം. ഇത് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കേട്ടപ്പം കുറച്ചു നേരം അത് കേട്ടു നിന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മോനെ, നിനക്ക് അല്ലാഹു ഉത്തരം ചെയ്തു കഴിഞ്ഞു കേട്ടോ. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ ചൊല്ലിയാൽ വലിയ മഹത്വമുണ്ട്. നിനക്ക് അല്ലാഹു ഉത്തരം ചെയ്തു കഴിഞ്ഞു. യാദൽ ജലാലി വൽ ഇക്റാം എന്നിങ്ങനെ ഇത്രയും തവണ നീ വിളിച്ച സ്ഥിതിക്ക് അല്ലാഹു നിന്റെ വിളി കേട്ട് കഴിഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. ഇതുകൊണ്ടാണ് നബി തങ്ങൾ അലിദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും അവരുടെ പഴമ നിലനിർത്തിക്കൊണ്ട് ഇശാ മഗ്രിബിനിടയിൽ അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം പല രൂപത്തിലും നടന്നു വരുന്നുണ്ട്. അതാ അവർ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നു. അതിലവർ ചൊല്ലുന്നത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റാണ് ഇവർ ചൊല്ലുന്നത്. അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുന്ദരമായ വാക്യത്തിൽ അള്ളാഹുവിനെ അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അതൊക്കെ അനിസ്ലാമികമാണെന്ന് പറയുമ്പോൾ നാം തലമറന്നെണ്ണ തേക്കുന്നവരാണ്. ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, പ്രയോഗങ്ങളിലൂടെ എന്നത് ആലോചിക്കാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. യാദൽ ജലാലി വൽ ഇക്റാം. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഹദ്ദാദ് റാത്തീബിനെ വിമർശിക്കുന്നവരുണ്ട്. എന്താണ് ഹദ്ദാദ് റാത്തീബിലുള്ളത്? യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന് ഹദ്ദാദ് റാത്തീബിൽ ഒരു ഭാഗത്ത് പറയുമ്പോ, പടച്ചവനെ, ജലാലും ഇക്റാമുമുള്ള തമ്പുരാനെ, ഗൗരവവും ഉദാരതയുമുള്ള തമ്പുരാനെ, ഞങ്ങളെ നീ ദീനുൽ ഇസ്ലാമിലായി മരിപ്പിച്ചു തരണേ എന്ന് മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദീനിൽ നിലനിന്നുകൊണ്ട് മുർത്തദ്ദാവാതെ ഈമാനോടുകൂടെ ഞങ്ങളെ മരിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കാ കഴിയാ? അതുപോലെ തന്നെ അവര് വട്ടമിട്ടിരുന്ന് ചൊല്ലുകയാണ്, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന വസറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ. പഠിച്ചവനെ, ഈ നാട്ടിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അവര് വേദന അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, രോഗം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിമീങ്ങൾ സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ട്.
ഇന്ന് വെളുത്താൽ ഇന്ന് ഇരുട്ടാൻ ഭാഗ്യമുണ്ടോ എന്നറിയാതെ എപ്പോഴാ ബോംബ് വീഴുക, എപ്പോഴാ ബോംബ് പൊട്ടിത്തെറിക്കുക എന്ന ഭയത്തോടുകൂടെ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ സാധുക്കള് ഏതാനും ഒരു 10-15 ഉപ്പമാരും പള്ളിയിലെ ഉസ്താദും ബാങ്ക് കൊടുക്കുന്ന ഉസ്താദും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മുഴുവൻ പ്രതിസന്ധിയും നീ മസ്ലഹത്താക്കണേ തമ്പുരാനെ, മുസ്ലിമീങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നീ നന്മ വരുത്തണേ, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ വസ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. ഒരുപാട് ആളുകളുണ്ട് മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നവർ. അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം, അവരുടെ ഉപദ്രവത്തെ നീ തിരിച്ചു കളയണം ഞങ്ങളെ തൊട്ട്. വസ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ എന്ന് ദുആ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നവൻ ഓർക്കണം, അവനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന വസ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. കൂട്ടത്തിൽ ഞാൻ ഉണർത്തി എന്ന് മാത്രം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഈ ദിക്ർ ചൊല്ലണമെന്ന് പഠിപ്പിച്ചു. ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, മരണം ഒരു അനുഗ്രഹമാണോ? അതെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അനുഗ്രഹം തന്നെയാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ, ഈ ലോകം എന്ന് പറയുന്നത്, ദുനിയാവെന്ന് പറയുന്നത് സിജ്നുൽ മുഅ്മിനി, അത് വിശ്വാസിയുടെ ജയിലറയാണ്. വജന്നത്തുൽ കാഫിർ, മാത്രമല്ല സത്യനിഷേധിയുടെ സ്വർഗവുമാണത്. വജന്നത്തുൽ കാഫിർ. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവന് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പല മഹാന്മാരും മരണം എന്ന് കേൾക്കുമ്പോഴേക്ക്, ഹോ മരിക്കാനായോ, സ്വാഗതം സ്വാഗതം, മർഹബം ബിൽ മൗത്ത് വ മർഹബം ബിമാ ബഅദൽ മൗത്ത്. എത്ര മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് സ്വാഗതമോദിയവരില്ലേ, മരണാനന്തര ജീവിതത്തിന് സ്വാഗതമോദിയവരില്ലേ. അവർക്ക് തീരെ വിഷയമല്ലായിരുന്നു മരിക്കുക എന്നത്. എന്നാൽ മരിക്കാൻ കൊതിക്കാൻ പറ്റുമോ? കൊതിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മരണം ഹൈറാകുമ്പം എന്നെ മരിപ്പിക്കണേ എന്ന് പറയാം. വിഷമമുള്ള സമയത്ത് എന്തായാലും സഹിക്കാൻ കഴിയില്ലെങ്കിൽ, അതേസമയം മരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസി പതറുമോ? ഇല്ല. അവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, അതാ വഫാത്തോടടുത്ത് കിടക്കുന്ന സമയമാണ്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. ആ സമയത്ത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുമുള്ളവര് അവരതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിലാലുൽ മുഅദ്ദിൻ ചിരിക്കുമ്പോ അവര് കരയുന്നത് കണ്ടപ്പം മഹാനവറുകൾ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഇവര് തിരിച്ചു ചോദിക്കുന്നു, അല്ല, എല്ലാവരും മരിക്കുമ്പോ അവര് കരയലാണല്ലോ. ഉറ്റവരെ പിരിയുന്ന വേദനയില്, ഉടയവരെ പിരിയുന്ന വേദനയില്, വീടും സമ്പത്തും കച്ചവടവും ഒക്കെ ഒഴിവാക്കി പിരിഞ്ഞു പോകുന്ന വേദനയിൽ, വിരഹ ദുഃഖത്തിൽ കരയലാണല്ലോ സ്വാഭാവികമായും ഉള്ളത്. എന്താണ് ബിലാലെ നിങ്ങൾ ചിരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്തിനാണ് കരയുന്നത്? ഗദൻ അൽഖൽ അഹിബ്ബാ ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസുഹാബഹുൽ കിറാം. ഗദൻ അൽഖൽ അഹിബ്ബാ. അതിന്റെ മുമ്പ് മഹാനവറുകൾ മരണത്തിന് സ്വാഗതം പറഞ്ഞു. മർഹബം ബിൽ മൗത്ത് വ മർഹബം ബിമാ ബഅദൽ മൗത്ത്. മരണമേ സ്വാഗതം, മരണാനന്തര ജീവിതമേ സ്വാഗതം. ഗദൻ അൽഖൽ അഹിബ്ബാ. നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണല്ലോ. ഹബീബി മുഹമ്മദൻ വ അഹിബ്ബാഅഹുൽ കിറാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയും അവിടുത്തെ കൂട്ടുകാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇവരെ ഞാൻ നാളെ കാണാൻ പോവുകയാണല്ലോ. എനിക്കെന്ത് സന്തോഷം എന്ന് ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ നേതാക്കൾ, മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം എന്നാൽ അതൊരു ചക്കര തന്നെയായിരുന്നു, സംശയിക്കണ്ട. വിശ്വാസികൾക്ക് മരണം അതും അവർക്ക് റഹ്മത്താണ്. ഇനിയോ ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
ഹബ്ബദൽ മൗത്ത് ഫഹുവല്ലദീ യുഖർരിബുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബ്ബദൽ മൗത്ത്, എത്ര നല്ല ഒരു പ്രതിഭാസമാണ് മരണം. ഹബ്ബദൽ മൗത്ത്, മരണത്തോളം നല്ല ഒരു പ്രതിഭാസം മറ്റെന്തെങ്കിലും ഉണ്ടോ? മരിക്കാന്ന് പറഞ്ഞ പരിപാടി എന്തൊരു ഹരമാ. യഹ്യ ഇബ്നു മുആദ് പറയാ, ഹബ്ബദൽ മൗത്ത്, എത്ര നല്ല മരണം. യുഖർരിബുൽ ഹബീബ് ഫഹുവല്ലദീ യുഖർരിബുൽ ഹബീബ ഇലൽ ഹബീബ്. അത് കൂട്ടുകാരനെ കൂട്ടുകാരനിലേക്ക് അടുപ്പിക്കുന്ന വിഷയമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മരണം അനുഗ്രഹമാണ് എന്ന് പറയാൻ കാരണം. ഇനി മുസ്ലിമീങ്ങൾ എന്നല്ല, മനുഷ്യർക്കെല്ലാവർക്കും ബാധകമല്ലേ ഈ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ ഈ സംബോധന? എങ്കിൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഖൈറാണോ? ആണ്. എങ്ങനെ മരണം ഖൈറാകുന്നത്? ഓ മനുഷ്യ, നീ വഞ്ചിതനാവരുത്. നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് നിന്നെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം നീ കുട്ടിയായി, അത് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു ചെറുപ്പക്കാരനായി, അത് കഴിഞ്ഞാൽ ഒരു യുവാവായി, അത് കഴിഞ്ഞാൽ ഒരു വയസ്സനായി, അത് കഴിഞ്ഞാൽ പിന്നെയും നീണ്ടുകിടക്കുകയാണെങ്കിൽ അവശമായ പ്രായത്തിൽ നിന്നെ എത്തിക്കുക. ഇതാണ് നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നീ ഓർക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ മരിക്കും. അള്ളാഹു പറയുകയാണ്, ആ മരണം കഴിഞ്ഞാൽ പിന്നെ രക്ഷയും ശിക്ഷയുമുണ്ട്. അത് നിന്നോട് ഞാൻ പറഞ്ഞു തരാതിരുന്നാൽ അത് നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശത്രുതയായിരിക്കും. അതേസമയടോ നിനക്ക് ഇങ്ങനെയൊക്കെ പരിണാമങ്ങൾ വരാനുണ്ട്, ഞാൻ നിന്നെ രക്ഷിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു തന്നാൽ ഉൾക്കൊള്ളാനും ജീവിതം തിരുത്താനും നന്നാവാനും ഒക്കെ ചാൻസ് ലഭിക്കുമ്പോ ആ ഓർമ്മപ്പെടുത്തൽ ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഓർമ്മപ്പെടുത്തൽ ഒരു വലിയ അനുഗ്രഹമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. ഇനി ധൈര്യമായി ചോദിക്കാം, അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഇനി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കരുതിയത് അങ്ങനെയാണെങ്കിൽ ഓരോ വയസ്സും ചെല്ലുന്തോറും അവശതയിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ ഇവിടെ നീട്ടി ഇടാതിരിക്കലല്ലേ ഖൈർ? അതും ചിന്തിക്കണം. എത്ര മനുഷ്യന്മാരുണ്ടല്ലേ അവശമായ പ്രായത്തിലെത്തുമ്പോ എത്ര ആളുകൾ കാണാൻ ചെല്ലുമ്പോൾ പറയും, ഉസ്താദെ ഒന്ന് മരിച്ചിട്ടാൻ വേണ്ടി ഇത് വരക്കണം. പറയാൻ പാടില്ല, എന്തായാലും നമ്മൾ സഹിക്കണം. പക്ഷെ ആ പറയുന്നത് എന്തുകൊണ്ടാ? പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് വന്നാൽ, മൂത്രവും കാട്ടും ഒക്കെ സ്വന്തം ബെഡിൽ നിന്ന് കുടുംബങ്ങൾ എടുക്കേണ്ട ഒരു ചുറ്റുപാട് വന്നാൽ, അത് ഭാര്യയാവട്ടെ, ഉമ്മയാവട്ടെ, പെൺമക്കളാവട്ടെ, ആൺമക്കളെയൊന്നും ആ വഴിക്ക് കിട്ടൂല, ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പറയാതിരിക്കുന്നത്. സ്വന്തം ഉമ്മ എടുക്കട്ടെ, സ്വന്തം ഭാര്യ എടുക്കട്ടെ, സ്വന്തം പെൺമക്കൾ എടുക്കട്ടെ, ആർക്കായാലും കുറച്ചു ദിവസം അങ്ങ് നോക്കിയാൽ മടുക്കും. അപ്പൊ പിന്നെ ഈ കിടക്കുന്ന ആളോട് അവര് കാണിക്കുന്ന നീരസം, ഇനി അവര് വെറുപ്പ് കാണിച്ചിട്ടില്ലെങ്കിലും ഇയാൾക്ക് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിലുള്ള വിഷമം, അപ്പൊ മനസ്സിലുണ്ടാകുന്ന ഒരാശയാണ്, പടച്ചോനെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ. മരണ അനുഗ്രഹമാണ്. നോക്കൂ നിങ്ങൾ, ഓരോ തലമുറ അങ്ങനെ ഇവിടെ മരിച്ച് തീർന്നിട്ടില്ലായിരുന്നെങ്കിൽ പുതിയ തലമുറ വരുമ്പോ എന്താകും ഇവിടുത്തെ കഥ അല്ലേ? ആകെ പിടുത്തം വിട്ടൊരു ജീവിതമായിരിക്കും. എല്ലാരും വെട്ടിപ്പിടിക്കലും അധീനപ്പെടുത്തലും സ്വന്തമാക്കലും ഇത് കൂടി വരും. കാരണം ആർക്കും ഇവിടെ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവൂല. പ്രത്യുൽപാദനം നടക്കുക എന്നതൊരു അനുഗ്രഹമാണ്. അതും കൂടെ കൊടുത്തിട്ട് പിന്നെ മരണം നടന്നിട്ടില്ലെങ്കിൽ വലിയ വിഷയമാണ്. അപ്പൊ മരണം എന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹം തന്നെയാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കണ്ടില്ലേ നിങ്ങൾ, അല്ലാഹു പറഞ്ഞു സുമ്മ നുഖ്രിജുകും തിഫ്ലാ, ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സുമ്മ നുഖ്രിജുകും തിഫ്ലാ, അവിടുന്ന് ഒരു കൊച്ചു പൈതലായി നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. ഒരു കൊച്ചു പൈതലായിട്ട്, ഒരു കുഞ്ഞനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ പിറവിയെടുക്കുക. സുമ്മ ലിതബ്ലുഗു അശുദ്ധകും, പിന്നെ നിങ്ങളൊരു യുവാവാകുന്നു. വമിൻകും മൻ യുതവഫാ, ആ യുവത്വത്തിൽ തന്നെ മരിച്ചു പോകുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംരി, അവശമായ പ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ യുറദ്ദു, തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് എന്ന് പറയുമ്പം മനുഷ്യൻ ആദ്യം അവശമായ ഒരു പ്രായമുണ്ടായിരുന്നു ഇല്ലേ?
സ്വന്തം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു പ്രായമുണ്ടായിരുന്നു, സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു പ്രായമുണ്ടായിരുന്നു, സ്വന്തം കക്കൂസിൽ പോകാൻ കഴിയാത്ത, പോയാൽ അത് ശുദ്ധീകരിക്കാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് ഇനിയും തിരിച്ചു വരുന്നു. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. അതേ അവശമായ പ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. അവിടെ എത്തുമ്പോ എന്താ, ഇതുവരെ നീ വലിയ ഡോക്ടറായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു, പണ്ഡിതനായിരുന്നു, നല്ല ചിന്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാമായിരുന്നു. പക്ഷേ അർദലുൽ ഉമറിൽ അങ്ങ് എത്തുമ്പോ എന്താ ഉണ്ടാവുക? ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. ഒരുപാട് അറിവുകൾ ഉള്ളതിന്റെ ശേഷം ഒരു ചുക്കും അറിയാത്തവനായി നീ മാറാൻ പോകുന്നുണ്ടെന്ന ബോധം നിനക്ക് വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹജ്ജിന്റെ 5-ാം വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇനി ഇതേ റബ്ബ് തന്നെ അതാ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല അനുഗ്രഹ വിവരണം നടത്തുമ്പോൾ അല്ലാഹു തആല പറയുന്നത് കാണാം. ചെറിയ അധ്യായത്തിലാണ്, സൂറത്തു അബസ വതവല്ലാ എന്ന് പറഞ്ഞ സൂറയിൽ ഇങ്ങനെ വന്നിട്ട് പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിച്ചു പോകട്ടെ. ഖുതിലൽ ഇൻസാൻ, നേരെ അതിന്റെ അർത്ഥം മനുഷ്യൻ ചത്തുപോകട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നശിക്കട്ടെ. മാ അക്ഫറ, ഇത്രയൊക്കെ അനുഗ്രഹം ഞാൻ ചെയ്തു കൊടുത്തിട്ടും ഇവൻ എന്തൊരു നിഷേധിയായി പോയി. വമാ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നശിച്ചു പോകട്ടെ. മാ അക്ഫറ, എന്തേ ഇവൻ ഇത്രമാത്രം നന്ദി കെട്ടവനായത്? അല്ലാഹ് ചോദിക്കുകയാണ്, ഇത്രമാത്രം നന്ദികേട് എന്തേ ഇവൻ എന്നോട് കാണിക്കാൻ കാരണം? ഞാൻ ഇവനോട് ചെയ്തത് അതൊന്നുമല്ലല്ലോ. മിൻ അയ്യി ശൈഇൻ ഖലഖ, എന്തൊക്കെയാ ഞാൻ ഇവന് ചെയ്തു കൊടുത്തത്? ഏതൊരു വസ്തുവിൽ നിന്നാ അവനെ സൃഷ്ടിച്ചതെന്ന് വല്ല ചിന്തയുമുണ്ടോ അവന്? മിൻ അയ്യി ശൈഇൻ ഖലഖ, ഏതു വസ്തുവിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചതെന്ന് അവൻ ഓർക്കുന്നുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരേ ഒരു ബീജഗണത്തിൽ നിന്ന് കണ്ടോ, മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്ന് ഒരു പ്രാവശ്യം സ്കലിക്കുന്ന ബീജം മുഴുവൻ വേണ്ട, ഒരു തുള്ളി ശുക്ലവും വേണ്ട, അതിലൊരൊറ്റ ബീജാണു. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരൊറ്റ ബീജാണുവിനെ കുറിച്ചാ പറയുന്നത്. ആ ബീജാണുവിൽ നിന്ന് എക്സോ വയ്യോ ആയ ക്രോമസോമുകളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മിൻ നുത്ഫത്തിൻ ഖലഖഹു, ആ മനുഷ്യനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹു, എന്നിട്ട് അവൻ എന്തെല്ലാം കൊടുക്കണം? എത്ര കാല് വേണം, എത്ര കയ്യ് വേണം, എത്ര കണ്ണു വേണം, എത്ര കാല് വേണം, കാലിന് എത്ര വിരല് വേണം, കയ്യിന് എത്ര വിരല് വേണം, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, തടിയുള്ളവനോ മെലിഞ്ഞവനോ, ദുഷ്ടനോ അതോ നല്ല മനുഷ്യനോ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ബീജാണുവിൽ ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പരിശോധിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു ബീജാണുവിനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ ദുഷ്ടനായിരിക്കുമോ അതോ നല്ലവനായിരിക്കുമോ എന്ന് പറയാൻ കഴിയും. ആ ബീജാണുവിനെ നോക്കിയിട്ട് അറിയാവുന്നവർക്ക് ഈ മനുഷ്യൻ വെളുത്തിട്ടോ കറുത്തിട്ടോ എന്ന് പറയാൻ കഴിയുമായിരുന്നു. അങ്ങോട്ടൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബേജാറാവേണ്ടതില്ല. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരേ ഒരു ബീജാണുവിൽ നിന്ന് ആ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് അവന് വേണ്ടതെല്ലാം കണക്കാക്കുകയും ചെയ്തു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ, അങ്ങനെ അവിടെ 10 മാസത്തോളം അതും അവന് കണക്കാക്കി. ഖദ്ദറഹു എന്ന് പറഞ്ഞതിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പെട്ടു. എന്നിട്ട് സുമ്മ സബീല യസ്സറ, പിന്നെ പുറത്തേക്ക് വരാൻ ഒരു വഴി ഞാൻ അവന് എളുപ്പമാക്കി കൊടുത്തു. കാരണം നമ്മളൊന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വഴി, ആ വഴിയിലൂടെ എങ്ങനെയാണ് നമ്മളൊരു ചെറിയ കുഞ്ഞ് പുറത്തേക്ക് വരിക എന്ന് ചിന്തിച്ചാൽ അത്ഭുതമല്ലേ? അല്ലാഹ് പറയുന്നു, നിങ്ങളത് ചിന്തിച്ച് തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് അല്ലാഹുവിന്റെ ഒരു ഖുദ്റത്താണ്. സുമ്മ സബീല യസ്സറ, പിന്നെ ആ കുഞ്ഞിന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ അമ്നിയോൻ സഞ്ചികൾ പൊട്ടി ഗർഭാശയം സങ്കോചിച്ചപ്പോൾ പുറത്തേക്ക് ആ കുഞ്ഞിനെ ഇടാൻ വേണ്ടി പുറത്തേക്ക് വരാനുള്ള സ്ഥലം അതാ ആ കുഞ്ഞിന് അല്ലാഹു തആല വികസിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു അത്ഭുതമാണ്. സുമ്മ സബീല യസ്സറ, കഴിഞ്ഞോ ഞാൻ അവനോട് ചെയ്ത അനുഗ്രഹം? അങ്ങനെ ഈ ഭൂമിയിൽ അവനെ തീറ്റി പോറ്റി അവന് വേണ്ടതെല്ലാം നൽകി, വിവരവും അറിവും ഒക്കെ നൽകിയിട്ട് സുമ്മാമാതഹു,
പിന്നെ മരിപ്പിക്കാൻ സമയമായപ്പോൾ ഞാൻ അവനെ മരിപ്പിച്ചും കൊടുത്തിട്ടുണ്ട്. അള്ള ഒരു അനുഗ്രഹമായിട്ട് പറയാ. എന്തേ നേരത്തെ പറഞ്ഞത് മാ അക്ഫറ, എന്തേ ഇവൻ എന്നോട് ഇത്ര നന്ദികേട് കാണിക്കുന്നത്? അതിന്റെ പിന്നാലെയായി പറഞ്ഞത് ഫാമാതഹു, മരിപ്പിക്കേണ്ട സമയത്ത് മരിപ്പിച്ചു, ഫഅഖ്ബറഹു, എന്നിട്ട് ഖബറടപ്പിക്കുകയും ചെയ്തു അവനെ. അവന്റെ കൂട്ടുകാരോട് നിങ്ങൾ ഖബറടക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഹാബീരിനെ കൊന്നിട്ട് കഴുത്തിരിട്ട് നടക്കുകയായിരുന്നില്ലേ? ഒന്നും അറിയാതെ ആ മനുഷ്യൻ അല്ലാഹു കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഖബറടക്കേണ്ടതെന്ന്. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്, നമ്മുടെ ജീവിതമാകുന്ന ഗ്യാപ്പ്. അതുകൊണ്ടാണ് അല്ലാഹു സുമ്മ, പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം അമാതഹു, അവനെ മരിപ്പിച്ചു. ഫഅഖ്ബറഹു, മരിപ്പിച്ചാൽ കൂടുതൽ അകലമില്ല, പെട്ടെന്ന് ഖബറടക്കും. സുമ്മ അമാതഹു ഫഅഖ്ബറ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നീണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വലിയ വിഷയം അതെന്താണെന്നറിയോ? മരണം മനുഷ്യരൊരു അനുഗ്രഹം തന്നെയാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുറച്ചു കാലം വാപ്പയൊന്ന് മരിക്കാൻ താമസിക്കുമ്പോഴേക്ക് കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുക. ഇതൊക്കെ മരിക്കാതെ അവിടെ കിടന്നു നോക്കണ്ടേനി. ഇതിന്റെ അപ്പോഴാ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ഇങ്ങനെ ഓതും. ഒരു കൂട്ടം ഇവിടെ മരിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാ അതിന്റെ ഗൗരവം അറിയാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, പഠിച്ചവനെ എന്റെ കാഷ്ടവും മൂത്രവും കുടുംബം എടുത്ത് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീ എന്നെ അവശമായ പ്രായത്തിലേക്ക് എത്തിക്കരുത്. അത് ദുആ ചെയ്യാം. എന്നെ ഇപ്പം മരിപ്പിക്കണം എന്ന് ദുആ ചെയ്യാൻ പറ്റൂല, അങ്ങനെ ദുആ ചെയ്യാൻ പറ്റില്ല. എനിക്ക് മരണം ഖൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കാം, പറയാം. എന്നാൽ അതോടൊപ്പം പറയാൻ പറ്റിയതാണ്, പഠിച്ചോനെ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ എന്നെ നീ അവശമായ പ്രായത്തിലേക്ക് വെച്ചു നീട്ടരുതല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. നോക്കൂ, നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, കാന സഅദുൻ റളിയല്ലാഹു അൻഹു യുഅല്ലിമു ബനീഹി ഹൗലാഇൽ കലിമാത്ത്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വചനങ്ങൾ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. മക്കളെ, ഈ ദുആ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. ഏതുപോലെ കമാ യുഅല്ലിമുൽ മുഅല്ലിമുൽ ഗിൽമാനൽ കിതാബത. ഒരു അധ്യാപകൻ തൻ്റെ പള്ളിക്കൂടത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുത്തു പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ശുഷ്കാന്തി ഈ വചനങ്ങൾ ചൊല്ലി പഠിപ്പിക്കാൻ, ബൈഹാർട്ടാക്കിപ്പിക്കാൻ സഅദ് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, എഴുതി പഠിപ്പിക്കുന്ന ആ പ്രായത്തിൽ നമ്മളെങ്ങനെ അബുൻ ഉമ്മുൻ എന്ന് എഴുതി പഠിപ്പിക്കാൻ നമ്മുടെ ഉസ്താദുമാര് എത്ര വിഷമിച്ചിട്ടുണ്ട്. അലിഫും ബാവും താവും നമ്മളെ എഴുതി പഠിപ്പിക്കാൻ നമ്മുടെ കൈ പിടിച്ച് ഒപ്പം ഇരുന്ന് എഴുതി പഠിപ്പിച്ചതാണ് നമ്മളെ. വളരെ സൂക്ഷ്മതയോടുകൂടെ, നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ പഠിക്കണമെന്ന നിർബന്ധത്തോടുകൂടെ. അപ്പൊ അതേ രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് എഴുത്തു പഠിപ്പിക്കുന്ന അതേ ശുഷ്കാന്തിയോടെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് ഈ വചനം ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയും, ഇന്ന റസൂലല്ലാഹി കാന യതഅവ്വദു മിൻഹുന്ന ദുബുറസ്സലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ 4 കാര്യങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം തേടാറുണ്ടായിരുന്നു. അത് പഠിച്ചു വെക്കണം എന്ന് പറയുന്നു. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ. രണ്ടാമത്തേത് വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. 4 കാര്യങ്ങള്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ. പടച്ചവനെ, ഭീരുത്വത്തെ തൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഒരാളുടെ മുമ്പിലും ഭീരുവാകാൻ എനിക്കാവില്ല. ഒരാളെ പേടിച്ച് ഭീരുത്വം ഉണ്ടായാൽ സത്യം തുറന്നു പറയാൻ കഴിയില്ല. ഭീരുത്വം ഉണ്ടായാലുള്ള കുഴപ്പാ, സത്യം തുറന്നു പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബിന് നല്ല ധീരതയായിരുന്നു. എപ്പോഴും നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചവനെ ഭീരുത്വം അപകടമാണ്, എന്നെ നീ ഭീരുവാക്കല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. എന്നെ നീ അവശമായ പ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് റബ്ബേ.
അത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കും. എൻ്റെ കുടുംബത്തെ വെറുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഈ ദുനിയാവ് എന്നെ വഞ്ചിക്കാൻ നടക്കുകയാണ്. ദുനിയാവിന്റെ മോടികളിൽപ്പെട്ട് ദുനിയാവിന്റെ ടിപ് ടോപ്പിൽ ഞാൻ കുടുങ്ങിപ്പോകുന്നതിനെ തൊട്ട് എന്നെ നീ കാക്കണം അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ടും കാക്കണേ. ഇതൊക്കെയാണ് കാത്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം ഉറപ്പാ. ഈ 4 ലെവലായ പിന്നെ സ്വർഗ്ഗം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോഴും ദുആരക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മക്കൾക്ക് ഇത് ചൊല്ലി പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, മരണം എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരൊറ്റ കുട്ടിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ കുട്ടിയുമില്ല. അല്ലെങ്കിൽ അല്ലാഹു വെല്ലുവിളിക്കുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്തേ ആ റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയപ്പോൾ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ വാപ്പാന്റെ സക്കറാത്തിന്റെ ഹാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അള്ളാഹ് പറയാൻ, നിന്റെ വാപ്പ മരിച്ചില്ലേ, വാപ്പാന്റെ അടുത്ത് തന്നെ അല്ലായിരുന്നോ? വാപ്പ സക്കറാത്തിന്റെ ഹാലിൽ ഇങ്ങനെ ആ വാപ്പ ഇങ്ങനെ ശ്വാസം വലിക്കുന്നത്, വാപ്പക്ക് ശ്വാസം തിങ്ങിക്കൊണ്ടിരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആരോടാ പറയുന്നത്? യുക്തിവാദിയോടാണല്ല പറയുന്നത്, നിരീശ്വരവാദിയോടാണല്ല പറയുന്നത്, അള്ളയുണ്ടെന്ന ബോധത്തോടെ ജീവിക്കാത്തവനോടാണ് അല്ലാഹു പറയുന്നത്. എന്തു മരണം, മരണാനന്തര ജീവിതോ, അതൊക്കെ അപ്പോൾ നോക്കാമെന്ന് പറയുന്ന പിടുത്തം വിട്ട ധൈര്യക്കാരനോടാണ് അല്ലാഹു പറയുന്നത്. നിന്റെ വാപ്പ മരിക്കുമ്പോൾ നീ കണ്ടു നിൽക്കുകയായിരുന്നില്ലേ? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നില്ലേ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, എന്നാൽ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ വാപ്പാന്റെ അടുത്തുണ്ട്. വാപ്പാന്റെ കൈ മൂത്ത മോൻ പിടിച്ചിട്ടുണ്ട്, വലത്തെ കൈ, ഇടത്തെ കൈ മൂത്ത മോളും പിടിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. വാപ്പായുടെ ശരീരത്തിൽ പേരമക്കളൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പേരമകന്റെ കൈ വാപ്പ മുറുക്കി പിടിച്ചിട്ടുണ്ട്. വാപ്പാന്റെ സക്കറാത്തിന്റെ ഹാലിലാണ്. സങ്കടം കൊണ്ട് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉപ്പ. അവസാനം അതിനും കഴിയാത്ത ഒരവസ്ഥയെത്തുന്നു. അതാ ആകെ വിഷമിച്ചുകൊണ്ട് ശ്വാസം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നിങ്ങള് ഉപ്പയുടെ അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹ് പറയുന്നു, എന്നാൽ നിങ്ങളെക്കാൾ നിങ്ങൾ കാണുന്നത് ഉപ്പ ചിരി കോട്ടുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. ഉപ്പയുടെ ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടുന്നതും വളക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. വേദന ഇങ്ങനെ കടിച്ചമർത്തുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പല്ലിറുമ്പുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. വാപ്പ കാലുകൾ വലിക്കുകയും നീട്ടുകയും കാലുകൾ പരസ്പരം കോച്ചുകയും ഒക്കെ ചെയ്യുന്നത്, കോർക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വേണം, അങ്ങനെയൊക്കെയാണെങ്കിലും മക്കളെ, നിങ്ങൾ ഈ പുറത്തുള്ള കോപ്രായങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ വാപ്പ അകത്ത് ഇതിലേറെ അനുഭവിക്കുന്നുണ്ട്. ഓരോ ഞരമ്പുകളും അനുഭവിക്കുന്ന വേദനയില്ലേ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ നിങ്ങളുടെ വാപ്പാന്റെ വേദനയും കട്ടപ്പാടും നമ്മക്കാ അറിയുക. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ നിങ്ങളുടെ വാപ്പാന്റെ വിഷമങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ വാപ്പാനോട് നിങ്ങളെക്കാൾ അടുത്താ നിൽക്കുന്നത്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ എന്തു ചെയ്യാനാ, നിങ്ങളത് കാണുന്നില്ല. ഏത്? ഞാൻ അടുത്തുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നില്ല. കണ്ടോ? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയല്ല. ഞങ്ങൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നവരാണ്. ഞങ്ങൾക്ക് നിയമവും വിലക്കും വെക്കാൻ ഇവിടെ ഒരു ദൈവവും വരണ്ട, ഇവിടെ ഒരു മതവും വരണ്ട, ഇവിടൊക്കെ ഒരു വ്യവസ്ഥയും കൊണ്ടുവരണ്ട. ഇതല്ലേ പറയുന്നത്? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരു മഹാശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലായിരുന്നുവെങ്കിൽ തർജിഊനഹാ, എന്തേ നിങ്ങൾ ആത്മാവിനെ തിരിച്ചു പിടിക്കാതിരുന്നത്? വാപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ആത്മാവ് ഞാൻ തിരിച്ചു തരാമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർത്ഥമില്ലാതെ പോയി? അല്ലാഹ് ചോദിക്കുകയാണ്, തർജിഊനഹാ, വാപ്പ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തേ നിങ്ങൾ വാപ്പാന്റെ ആ ആത്മാവിനെ പിടിച്ചു കൊണ്ടുവരാഞ്ഞത്? ഇൻ കുൻതും സാദിഖീൻ, ദൈവമില്ലെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ
എന്തേ വാപ്പയുടെ തൊണ്ടൻകുഴിയിലെത്തിയ റൂഹിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത്? ഫലൗല, എന്തുകൊണ്ട് തർജിഉനഹ, നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നില്ല? അള്ളാഹു ചോദിക്കുകയാണ്. നോക്ക്, നിങ്ങൾ എത്ര കടുപ്പമുള്ള ചോദ്യം. അപ്പം മരണത്തെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. മരിച്ചു പോകണം എന്ന കാര്യം ഉറപ്പാണ്. ഈ കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇനി അല്ലാഹ് പറയുന്നത് ഫബിയൈ അലാഇ റബ്ബികുമാ തുകദിബാൻ കഴിഞ്ഞു. തൊട്ടടുത്ത വാക്ക് യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിയൈ അലാഇ റബ്ബികുമാ തുകദിബാൻ സനഫുറുഗു ലക്കും അയ്യുഹസ് സഖലാൻ فبأي آلاء ربكما تكذبان لا بشيء من نعمك ربنا نكذب فلك الحمد سبحان الله. അല്ലാഹു പറയുന്നു യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികളിലുള്ളവരെല്ലാം 24 മണിക്കൂറും പടച്ചോനോട് ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്, ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളം ചോദിക്കുന്നവരുണ്ട്, ഭക്ഷണം ചോദിക്കുന്നവരുണ്ട്, ശിഫ ചോദിക്കുന്നവരുണ്ട്, ടെൻഷൻ അകറ്റിത്തരണേ എന്ന് പറയുന്നവരുണ്ട്, രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയുന്നവരുണ്ട്, കടം വീട്ടിത്തരണേ എന്ന് പറയുന്നവരുണ്ട്, ദാരിദ്ര്യം നിർമാർജനം ചെയ്ത് സമൃദ്ധി വരുത്തണേ എന്ന് പറയുന്നവരുണ്ട്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് എന്താണെന്ന് അള്ളാഹു ശബ്ദിച്ച് കേൾക്കുന്നു. എന്നിട്ട് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ നിമിഷവും, കുല്ലവും ഓരോ നിമിഷവും, അള്ളാഹു ഹുവ അവൻ, ഫീ ശഅൻ അവൻ്റെതായ ജോലികളിൽ, അവൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ, ജനങ്ങൾ അർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഫീ ശഅൻ അവൻ അവൻ്റെതായ ഏർപ്പാടുകളിൽ ബദ്ധശ്രദ്ധനാണ് കേട്ടോ. അള്ളാഹു ഒഴിഞ്ഞു നിൽക്കുകയല്ല. അങ്ങനെ വാദിക്കുന്ന ചിലരുണ്ട്. അള്ളാഹു കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് തീരുമാനിച്ചതൊക്കെ ഒരു മട്ടത്തിനങ്ങനെ നടക്കുന്നു. ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കണ്ണുണ്ട്, ശ്രദ്ധയുണ്ട്. അള്ളാഹുവിൻ്റെ ശ്രദ്ധയുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ല, നേരത്തെ അള്ളാഹു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ച് അത് നടത്തുന്നതും അവൻ തന്നെയാണ്. നടത്താൻ പലരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് നടത്തുമ്പോൾ ഓരോ സ്ഥലത്തും അള്ളാഹുവിൻ്റെ ശബ്ദം ഉണ്ടായേ പറ്റൂ. ഒരു നിമിഷമെങ്ങാനും സൂര്യന്റെ സഞ്ചാരത്തിൽ, അതുപോലെ തന്നെ നക്ഷത്രത്തിന്റെ, അതുപോലെ തന്നെ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ നിന്ന് ഒരു നിമിഷമെങ്ങാനും അള്ളാഹുവിന്റെ ശബ്ദം തെറ്റിപ്പോയാൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു ഇവിടെ. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ഒന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഈ അതീവ ശ്രദ്ധയാണ് ഇതിന് കാരണം. കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ. അപ്പൊ നാനാഭാഗത്തു നിന്നും നാനാ തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് അവരെയൊക്കെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന തിരക്കിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തിരക്കാണെന്നൊന്നും പറയാൻ പാടില്ല. നമ്മളത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ, എല്ലാ ദിവസവും അവൻ അവൻ്റെതായ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എന്നല്ല, എല്ലാ സമയത്തും. കുല്ല യൗമിൻ എന്നതിന് മഹാന്മാർ അർത്ഥം കൊടുത്തത് കുല്ല വഖ്തിൻ മിനൽ ഔഖാത്ത്, ഓരോ നിമിഷവും അള്ളാഹു അവൻ അവൻ്റെതായ ജോലികളിൽ ബദ്ധശ്രദ്ധനാണ്. അള്ളാഹു തആല പാപികൾക്ക് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും വേദനയുള്ളവരുടെ വേദന അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗത്തിന് അധികാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവരെ അധികാര കസേരയിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ തന്നെ ആഖരീൻ, വേറെ ഒരു ടീമിനെ അധികാര കസേരയിൽ നിന്ന് നിലം പതിപ്പിക്കുന്നു. ഇങ്ങനെ തുടർന്നു പോവുകയാണ്. നോക്ക് നിങ്ങൾ, ഒരു രാജാവ് ഒരിക്കൽ തന്റെ മന്ത്രിയെ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു രാജാവ് തന്റെ മന്ത്രിയെ വിളിച്ചു. തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് ആ രാജാവ് പറയുകയാണ്,